ഹലോ എവരി വൺ, എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വയ്ക്കാൻ പോണത് ഒരു വഴുതനങ്ങ കറിയാണ്. നിങ്ങളൊക്കെ വഴുതനങ്ങയ്ക്ക് എന്താ പ്രത്യേകതയെന്ന്, പക്ഷേ ഒട്ടും കൊഴിഞ്ഞു പോകാതെ ഒരു വഴുതനങ്ങ കറി അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതാണ്, ഇതിൽ നിന്നും മൂത്തത് നമുക്ക് മാറ്റിക്കളയാം. പിഞ്ചു വഴുതനങ്ങയാണ് എപ്പോഴും കറി വെക്കാൻ നല്ലത്. നമുക്ക് ഈ 3 വഴുതനങ്ങ ഇന്ന് കറി വെക്കാം. വഴുതനങ്ങ ആദ്യം വെള്ളത്തിൽ അരിയുന്നു. നമുക്കെല്ലാം അറിയാം, അതിൻ്റെ കുറച്ച് നേരം വെള്ളത്തിൽ കിടക്കുന്നു. നമ്മൾ എന്നിട്ട് തേങ്ങ, ഉള്ളി, മുളകൊക്കെ ചിരണ്ടി പെറുക്കി അരിഞ്ഞ് വരുമ്പോഴത്തേനും വഴുതനങ്ങയുടെ കറി പോകാനുള്ളത് പോകും. അത് കഴിഞ്ഞ് വഴുതനങ്ങ വരിപ്പിഴിഞ്ഞെടുത്ത് കറി വെക്കും. ഒത്തിരി പിഴിയൊന്നും വേണ്ട, അപ്പം ചുവയ്ക്കും, അതൊന്നും ഇല്ലാതെ. ഇനി നമ്മൾക്ക് ഈ 3 വഴുതനങ്ങകളും അരിഞ്ഞെടുക്കാം. ഇതുപോലെ 1 ഇഞ്ച് നീളത്തിൽ വട്ടത്തിൽ കണ്ടിച്ചിട്ടിട്ട്, വെള്ളത്തിലേക്ക് കേട്ടോ ഞാൻ കണ്ടിച്ചിരുന്നത്. കുരു അധികമുള്ള ഭാഗം വരുമ്പം ചിലപ്പോൾ കുരു അങ്ങ് മാറ്റിക്കളഞ്ഞേക്കെങ്കിൽ അത്രയും നല്ലതാണ്. പിഞ്ചായതുകൊണ്ട് കുരു കളയേണ്ട ആവശ്യമില്ല. എങ്കിൽ പോലും അരി വയ്ക്കും മുമ്പ് കറി വയ്ക്കണം എന്നാണല്ലോ പറയുന്നത്. വെളുക്കും മുമ്പ് അരി വയ്ക്കണം, അരി വയ്ക്കും മുമ്പ് കറി വയ്ക്കണം. അപ്പം പച്ചക്കറികളൊക്കെ മൂത്ത് അതിനകത്ത് അരി ആകുന്നതിന് മുമ്പ് കറി വയ്ക്കണം. അതാണ് ഗുണം. മൂത്ത് കഴിഞ്ഞാൽ അതിൻ്റെ അരിയിലേക്ക് ഓക്സലേറ്റൊക്കെ വരും. അത് നമുക്ക് കിഡ്നിക്കൊക്കെ പ്രശ്നമാണ്. ഈ ഓക്സലേറ്റും ഇതൊന്നും പ്രശ്നമാണെന്നൊന്നും അറിയുന്നതിന് മുമ്പ് തന്നെ പണ്ട് നമ്മുടെ കർണന്മാർ പറഞ്ഞു വെച്ചിരിക്കുന്നതാണ്. അല്ലെങ്കിൽ അറിവുള്ളവർ അരി വയ്ക്കും മുമ്പ് കറി വയ്ക്കണമെന്ന്. ആദ്യം കൂട്ടാൻ വെക്കണമെന്നല്ല, പച്ചക്കറികളിൽ കായ ഉണ്ടാകുന്നതിന് മുമ്പ്, കായ മൂക്കുന്നതിന് മുമ്പ് അതിനെ നമ്മൾ കൂട്ടണം. പിഞ്ചിലെ പറിച്ച് കറി വയ്ക്കണം. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ പാവം, ഇതിനകത്തൊന്നും ഒരു അരിയില്ല. ഈ ഒരെണ്ണം മാത്രം, 3 എടുത്തതിൽ ഒരെണ്ണം ഒരല്പം മൂത്തതായിരുന്നു. ഇതാണ് അതിൻ്റെ കുരുവുള്ള ഭാഗം. ഇത് നമുക്ക് കളയാം, മാറ്റിക്കളയാം. അപ്പോൾ ഈ 3 വഴുതനങ്ങ ഞാനിങ്ങനെ ചെറുതാക്കി നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഈ കുരു മൂത്തത് കളഞ്ഞു, അതിൻ്റെ നാരും കളഞ്ഞു. ഞെട്ടിലെ നാരൊന്ന് പൊളിച്ചെടുത്ത സാധനമൊക്കെ ഇതിനകത്ത് അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊരു 10 മിനിറ്റ് ഇവിടെ വെള്ളത്തിൽ കിടക്കട്ടെ. ആ സമയത്തിന് നമുക്ക് കാന്താരി, തേങ്ങ, ഉള്ളി, മുളക് ഇവയൊക്കെ സംഘടിപ്പിക്കാം.
അപ്പോൾ ബാക്കി കാര്യങ്ങളും റെഡിയായി. തേങ്ങ, ഉള്ളി, മുളക്, കരിവേപ്പില. ഇനി ഇതിനെ നമുക്ക് യോജിപ്പിക്കാം. ഇപ്പം വഴുതനങ്ങ കഴുകി വാരി, എന്നിട്ട് വഴുതനങ്ങയുടെ അളവിൻ്റെ ഒരു പകുതിയോളം, അത് 1 കപ്പ് വഴുതനങ്ങ അരിഞ്ഞതുണ്ടെങ്കിൽ 1/2 കപ്പ് തേങ്ങ, പിന്നെ ഒരു 5-6 കൊച്ചുള്ളി അരിഞ്ഞത്, ഇനി കാന്താരി മുളക് അരിഞ്ഞത്. പിന്നെ കാന്താരി മുളക് അരിഞ്ഞിട്ടു. എടുത്ത കാന്താരി മുളക് മുഴുവൻ അരിഞ്ഞില്ല കേട്ടോ, 5-6 മിച്ചം വെച്ചിട്ടുണ്ട്. ഇനിയുള്ളത് കറിവേപ്പിലയാണ്. അത് വാങ്ങുന്നതിന് തൊട്ട് മുമ്പാണ് ഇടുന്നത്. ഇനി ഇത് സ്റ്റൗ ഓണാക്കി അടുപ്പത്ത് വയ്ക്കാം. ഉപ്പ് പൊടിയാണ് ഞാൻ ഇട്ടത് കേട്ടോ, വഴുതനങ്ങയില്ലേ. അപ്പം ഇനി നമുക്കിതൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഞാൻ ഒട്ടും വെള്ളം ഒഴിക്കുന്നില്ല, അതുണ്ടോ, വെള്ളമേ ഇല്ല. തീ കുറച്ച് വെച്ച് മൂടി വെക്കും, ആവിയിൽ വേകും. 2 മിനിറ്റായി. നമുക്കൊന്ന് ഇളക്കി നോക്കാം. ആവി കയറിയിട്ടുണ്ട്. വാങ്ങാറായില്ല, നമുക്ക് മൂടി വെക്കാം. അപ്പോൾ ഒരു 2 മിനിറ്റോളമായി. വീണ്ടും നമുക്ക് നോക്കാം. ഇപ്പം നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അല്പം കൂടെ തോർന്നു വന്നാൽ മതി. ഇതുണ്ട്, അടി നോക്കിക്ക് ഒട്ടും വെള്ളമില്ല, ഒട്ടും കുഴഞ്ഞും പോയിട്ടില്ല. ഇത് ഇനി മൂടി വെക്കാതെ 1 മിനിറ്റ് ഇവിടെ ഇരുന്ന് കഴിഞ്ഞ് നമുക്ക് ഇനി നമുക്ക് കറിവേപ്പിലയും ചേർത്ത് ഒന്നുകൂടെ ഇളക്കാം. അപ്പോൾ തേങ്ങയിൽ ഒരു എണ്ണമയമൊക്കെ വന്നിട്ടുണ്ട്. ആ എണ്ണമയം വന്നു കഴിയുമ്പോൾ കറിവേപ്പില അങ്ങ് ഇട്ടാൽ ആ കറിവേപ്പിലയിലുള്ള ഗുണങ്ങളും വിറ്റാമിനുകളും ഒക്കെ വേഗം കറിയിലേക്ക് ചേർന്നോളും. കൂട്ടുമ്പോൾ നമുക്ക് നല്ല ഫ്രഷായിട്ടുള്ള ടേസ്റ്റും വരും. ഇനി നമ്മുടെ കറി റെഡിയായി. ഇതൊന്ന് നിരത്തി വെച്ചിട്ട് തവിയിട്ട് മൂടുവോ അല്ലെങ്കിൽ മൂടാതെ 1 മിനിറ്റ് വെക്കുകയോ ചെയ്യാം. ഇതിപ്പം തവി സ്പൂണാണ്, അതുകൊണ്ട് അതിനെ ഇട്ട് മൂടിയാലും നമുക്ക് ആവി പോകാനുള്ളതൊന്നുമില്ല. അപ്പം നമുക്കൊരല്പം മാറ്റി വെച്ചിട്ട് സ്റ്റൗ ഓഫാക്കി കുറച്ച് സമയം ഇങ്ങനെ ഇരുന്ന് കഴിയുമ്പോഴത്തേനും നമ്മുടെ കറി വിളമ്പാറായിക്കോളും. അപ്പം ശരി, എല്ലാവരും കണ്ടു. ഇതുപോലെ വഴുതനങ്ങ കുഴഞ്ഞു പോകുമായിട്ട് കറി വയ്ക്കാതിരിക്കുന്നവരൊക്കെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലെയുള്ള പുതിയ വീഡിയോ ആയിട്ട് ഇനിയും വരാം. അത് നിങ്ങൾക്ക് അപ്പോൾ പെട്ടെന്ന് കിട്ടുകയും ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ. കമൻറ്റുകൾ ഇടണേ, എന്ത് കമൻറ്റാണെങ്കിലും കുഴപ്പമില്ല, കമൻറ്റ് ഇടണം മറക്കരുത്. അപ്പം നിങ്ങൾക്കൊരു സംശയം തോന്നിക്കാണും, ഞാനിതിന് കടുക് പൊട്ടിക്കുന്നില്ല എന്ന്. ഇല്ല, കടുക് എണ്ണ ചേർക്കുന്നില്ല. കാരണം നമ്മൾ തേങ്ങ ചേർത്തിട്ടുണ്ട് നന്നായിട്ട്. വഴുതനങ്ങ കുറഞ്ഞു പോയപ്പോൾ തേങ്ങയും വഴുതനങ്ങയും ഒപ്പമായി കാണും. ഞാനൊരു വഴുതനങ്ങയുടെ അളവിൻ്റെ പകുതി തേങ്ങയാണ് ചേർത്തത്. പക്ഷേ ഇപ്പോൾ കറിക്കകത്ത് നല്ല തേങ്ങയുണ്ടല്ലോ, ആ തേങ്ങയിലെ എണ്ണ കറിക്കകത്തേക്ക് ഇറങ്ങിക്കോളും, കറിവേപ്പിലയിലും പറ്റും. ഇനിയിപ്പം നമുക്ക് ഇതിന് കടുക് പൊട്ടിക്കേണ്ട ആവശ്യമില്ല. പണ്ട് കാരണവന്മാർ പറയില്ലായിരുന്നു തേങ്ങ ചേർത്ത പിന്നെ എണ്ണ വേണമെന്നില്ല എന്ന്. അപ്പോൾ എണ്ണയോ തേങ്ങയോ, ഇനി തേങ്ങ ചേർക്കാത്തതാണെങ്കിലോ നമ്മൾ ഉറപ്പായിട്ടും അല്പം എണ്ണ ചേർക്കണം. എങ്കിലേ അതിനകത്തുള്ള പല വിറ്റാമിനുകളും, പ്രത്യേകിച്ച് വിറ്റാമിൻ ഡി ഒക്കെ നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടണമെങ്കിൽ അത് എണ്ണയ്ക്കകത്ത് ഫാറ്റിനകത്ത് ലയിച്ചിട്ടാണ് വരുന്നത്. ഒരു കാന്താരിമുളക് പഴുത്തത് കുത്തിച്ചരിച്ചപ്പോലും തേങ്ങയില്ലെങ്കിൽ ഇച്ചിരി എണ്ണ ചേർക്കണമെന്ന് പണ്ട് കറവിൻ്റെ വീട്ടിൽ വല്യമ്മയും ഒക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ തേങ്ങ ചേർത്തത് കൊണ്ട് എണ്ണ ചേർക്കുന്നില്ല. അപ്പോൾ ബൈ, താങ്ക് യു, ബൈ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.